ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ലായനികളാണ്. നിങ്ങളിത് 8th നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതിലെന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ 8th പഠിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതിന്റെ കൂടെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ അത് നല്ല രീതിയിൽ പഠിച്ചവർക്ക് ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിരിക്കും. മെയിൻ ആയിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ 8th പഠിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? നോക്കാം. ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത് ഒന്ന് നോക്ക്. ശാസ്ത്രമേളയിൽ പ്രദർശന മത്സരത്തിന് വേണ്ടി തയ്യാറാക്കിയ ലോഹപ്പെട്ടിയിൽ കറുത്ത ഇനാമൽ പെയിന്റ് അടിച്ച ശേഷം കുട്ടി ബ്രഷ് വെള്ളത്തിൽ കഴുകിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ബ്രഷിൽ നിന്ന് പെയിന്റ് ഇളകി വരുന്നില്ല. എന്തായിരിക്കും കാരണം? അതായത് നമ്മൾ ഇനാമൽ പെയിന്റ് അടിച്ചതിന് ശേഷം ബ്രഷ് വെള്ളത്തിൽ കഴുകി, പക്ഷെ ആ ബ്രഷിൽ നിന്ന് പെയിന്റ് മാറുന്നില്ല. എന്തായിരിക്കും കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നീട് ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ടർപ്പന്റൈനിൽ ബ്രഷ് മുക്കിയെടുത്തപ്പോൾ അത് കഴുകിയെടുക്കാൻ സാധിച്ചു. അതായത് പിന്നെ അത് ടർപ്പന്റൈനിൽ മുക്കിയെടുത്തപ്പോൾ അത് കഴുകിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജലത്തിൽ ഇനാമൽ പെയിന്റിന് ലയിക്കാത്തത് കൊണ്ടാണ്, ടർപ്പന്റൈനിൽ ലയിക്കുന്നതും കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതായത് ഇങ്ങനെ നമുക്കിപ്പം പെയിന്റ് ടർപ്പന്റൈനിൽ മുക്കിയ സമയത്ത് ഇനാമൽ പെയിന്റ് പോയിട്ടുണ്ട്, വെള്ളത്തിൽ മുക്കിയ സമയത്ത് എന്താണ്, ഇനാമൽ പെയിന്റ് പോകുന്നില്ല. എന്തുകൊണ്ടാണ്? അതായത് ഇനാമൽ പെയിന്റ് ജലത്തിൽ ലയിക്കുന്നില്ല, എന്നാൽ ടർപ്പന്റൈനിൽ ലയിക്കുന്നുണ്ട്. അത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, എന്തുകൊണ്ട് ലയിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ജലത്തിൽ ലയിക്കുന്ന ധാരാളം പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഏതൊക്കെയെന്ന് എഴുതാമോ? നമുക്കറിയാലോ, ജലത്തിൽ ലയിക്കുന്ന ഇഷ്ടം പോലെ പദാർത്ഥങ്ങൾ നമുക്കറിയാം. ഏതൊക്കെയാ നോക്ക്, ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. കറിയുപ്പ് ജലത്തിൽ ലയിക്കില്ലേ? ദെൻ പഞ്ചസാര ലയിക്കില്ലേ? കറിയുപ്പുണ്ട്, പഞ്ചസാരയുണ്ട്. ദെൻ ലയിക്കാത്തവ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇനാമൽ പെയിന്റ് ജലത്തിൽ ലയിക്കുന്നില്ല. ദെൻ മണൽ കലക്കി കഴിഞ്ഞാൽ അത് ലയിക്കുവോ? ഇല്ല, അത് അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കല്ലേ ചെയ്യുക. അപ്പൊ മണലും ജലത്തിൽ ലയിക്കുന്നില്ല. വേറെ എന്തൊക്കെയാ? ചോക്ക് പൊടിയില്ലേ, ചോക്ക്, നമ്മളെ ബോർഡിൽ എഴുതുന്ന ചോക്കൊക്കെ ഇല്ലേ, അതിന്റെ പൊടി ജലത്തിൽ ലയിക്കുന്നില്ല. അതുപോലെ ലയിക്കുന്നവയ്ക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ലൈമില്ലേ, നാരങ്ങയുടെ നീര് ലൈം ജ്യൂസ് എഴുതാം. നീരെന്താണ്? ജലത്തിൽ ലയിക്കുന്നുണ്ട്. അപ്പൊ ജലത്തിൽ ലയിക്കുന്നതും ജലത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ നിങ്ങൾക്കറിയാം, കുറെ പദാർത്ഥങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും അല്ല, നിങ്ങൾക്ക് അറിയുന്ന കുറെ ഉണ്ടാവും. അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടെ എഴുതിക്കോ. ഓക്കെ, കറിയുന്ന വെച്ചിട്ട് എഴുതാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ലീനം, എന്താണ് ലായകം, എന്താണ് ലായനി എന്നുള്ളതാണ്. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? ലായനികൾ. അപ്പൊ എന്താണ് ലായനി എന്നറിയണ്ടേ? എന്താണ് ലായനി എന്നറിയണം, എന്താണ് ലായകം എന്നറിയണം, എന്താണ് ലീനം എന്നറിയണം. നിങ്ങൾ ഇതേ കാര്യം 8ാം ക്ലാസ് പഠിച്ചതാണ്. പലർക്കും ഓർമ്മ ഉണ്ടാവും, കുറച്ചു പേരൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. എന്താണ് ലീനം, എന്താണ് ലായകം, ആൻഡ് എന്താണ് ലായനി? നോക്കാം. ലയിക്കുന്ന പദാർത്ഥത്തെ ലീനം, സൊല്യൂട്ട്. ലയിക്കുന്ന പദാർത്ഥത്തെ ലീനം, അതിന്റെ ഇംഗ്ലീഷാണ് സൊല്യൂട്ട്. ലയിക്കുന്ന പദാർത്ഥത്തെ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് എന്നും, ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും, ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിക്കുമ്പോൾ എന്താണ്? ലായനി ഉണ്ടാകുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല, നമുക്കിവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ NaCl ഉപ്പ് ഇടുകയാണ് ചെയ്യുന്നത്. ജലത്തിൽ വെള്ളമുണ്ട്, അതില് ഞാൻ ഉപ്പ് ഇടുകയാണ് ചെയ്യുന്നത്. നോക്ക്, ലയിക്കുന്ന പദാർത്ഥത്തെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത്. ഇവിടെ ജലത്തിൽ NaCl അല്ലേ ലയിക്കുന്നത്,
അല്ലാതെ NaCl ജലം ലയിക്കല്ലല്ലോ ചെയ്യുന്നത്. ജലത്തിൽ NaCl ആണ് ലയിക്കുന്നത്. ലയിക്കുന്ന പദാർത്ഥത്തെ നമ്മൾ എന്താണ് പറയുന്നത്? ലീനം. അപ്പൊ ഇവിടെ ഇതെന്താണ്? ലീനം. ഏതിലാണോ ലയിക്കുന്നത് അല്ലെങ്കിൽ എന്തിലാണോ ലയിക്കുന്നത്? ഇവിടെ ഇപ്പൊ NaCl ലീനമാണ് എന്ന് നമ്മൾ പറഞ്ഞു. NaCl ലീനമാണ് എന്ന് പറഞ്ഞു. ഈ ലീനം എന്തിലാണ് ലയിക്കുന്നത്? ലീനം ലയിക്കുന്നത് എന്തിലാണോ അതിനെ നമ്മൾ എന്താണ് പറയാ? ലീനം ലയിക്കുന്നത് എന്തിനാണോ അതിനെ നമ്മൾ എന്ത് പറയും? ലായകം എന്നാണ് പറയുക. ലായകം. ഏതിലാണോ ലയിക്കുന്നത് അതാണ് ലായകം. ഇവിടെ ലായകം എന്താണ്? ജലം. ജലത്തിലല്ലേ ലയിക്കുന്നത്? ജലത്തിലല്ലേ ലീനം ലയിക്കുന്നത്? ജലത്തിലാണ് നമ്മളെ ലീനമായ NaCl ലയിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? ലായകം. അപ്പൊ ലായകത്തിൽ ലയിച്ചാൽ ഉണ്ടാവുന്നതാണ് എന്ത്? ലായനി. അപ്പൊ എന്താണ്? NaCl ലയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഉപ്പ് ലായനി. NaCl ലായനി, അതായത് ഉപ്പ് ലായനി കിട്ടും. എന്താണോ ലയിക്കുന്നത് അതാണ് ലീനം. എന്തിലാണോ ലയിക്കുന്നത് അതാണ് ലായകം. ലായകത്തിൽ എന്താണ്? ലയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയും? ലായകം എന്ന് പറയും. ദാറ്റ് സൊല്യൂഷൻ എന്നാണ് നമ്മൾ പറയാ. നോക്കാം. പഞ്ചസാര ലായനി ഒരു ഏകാത്മക മിശ്രിതമാണ്. നാം പഠിച്ചിട്ടുണ്ടെന്ന്, നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പഞ്ചസാര ലായനി എന്ന് പറയുന്നത് ഏകാത്മക മിശ്രിതമാണ്. രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്നുള്ള ഏകാത്മക മിശ്രിതമാണ് എന്ത്? ലായനി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? പഞ്ചസാര ലായനി. പഞ്ചസാര ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഏകാത്മക ലായനിയാണ്. ഈ ഏകാത്മക ലായനി എന്ന് പറഞ്ഞാല് നമ്മൾ ആ ലായനി എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കും. എല്ലാ ഭാഗത്തും ഒരേ കോൺസെൻട്രേഷൻ, ഒരുപോലെ മിക്സ് ആയി കിടക്കുന്നതായിരിക്കും ഏകാത്മക ലായനി. നമ്മൾ പഞ്ചസാര നല്ല രീതിയിൽ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം എല്ലാ സ്ഥലത്തും ഈക്വലി ആയിരിക്കും. അതായത് എല്ലാവിടെയും മധുരം ഈക്വൽ ആയിരിക്കുമല്ലോ, അതായത് യൂണിഫോം ആയിരിക്കും ഏത് പാർട്ട് എടുത്തു കഴിഞ്ഞാലും. അങ്ങനെയുള്ളതാണ് നമ്മൾ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം പഞ്ചസാര ലായനി എന്ന് പറയുന്നത് ഏകാത്മക മിശ്രിതമാണ്. അപ്പൊ രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്നുള്ള ഏകാത്മക മിശ്രിതമാണ് ലായനികൾ. അത് ഓർത്ത് വെക്കണം. എന്താണ് ലായനി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഏതാണോ ലയിക്കുന്നത് അതിനെ ലീനം എന്നും പറയും. ഏതിലാണോ ലയിക്കുന്നത് അത് ലായകം എന്നും പറയും. ലീനം ലായകത്തിൽ ലയിച്ചാൽ ഉണ്ടാവുന്നതാണ് എന്ത്? ലായനികൾ അഥവാ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു. പിന്നെ ഈ സൊല്യൂഷന്റെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒന്നോ അതിലധികമോ പദാർത്ഥം, രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്നുള്ള ഏകാത്മക മിശ്രിതമാണ് എന്ത്? ലായനി എന്ന് പറയുന്നത്. അതായത് രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാവുന്ന ഏകാത്മക മിശ്രിതമാണ് ലായനി എന്ന് പറയുന്നത്. അപ്പൊ ലായനി എന്ന് പറയുന്നത് ഏകാത്മക മിശ്രിതമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ലായനിയുടെ പ്രത്യേകതകൾ ചോദിക്കുമ്പം ലായനി എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ഏകാത്മക മിശ്രിതങ്ങൾ, രണ്ടോ അതിൽ കൂടുതലോ പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാക്കുന്ന ഏകാത്മക മിശ്രിതമാണ് എന്ത്? ലായനി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് രണ്ടോ രണ്ടിലധികമോ പദാർത്ഥങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞു പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത്, പഞ്ചസാര ലീനം, ജലം എന്ന് പറയുന്നത് ലായകം, രണ്ടും കൂടെ ചേർന്നുണ്ടാവുന്നത് ലായനി, ഏകാത്മക മിശ്രിതമാണ്. അപ്പൊ രണ്ടോ രണ്ടിലധികമോ പദാർത്ഥം, പഞ്ചസാര ജലം, രണ്ട് പദാർത്ഥം. ഈ രണ്ട് പദാർത്ഥം എന്താണ്? രണ്ടോ അതിലധികമോ പദാർത്ഥം ചേർന്നുണ്ടാവുന്ന പഞ്ചസാരയും ജലവും ചേർന്നുണ്ടാവുന്ന പഞ്ചസാര ലായനി ഏകാത്മക മിശ്രിതമാണല്ലോ. അപ്പൊ ലായനി എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാവുന്ന ഏകാത്മക മിശ്രിതമാണ്.
അപ്പം ലായനിയുടെ സവിശേഷത അത് ഏകാത്മക മിശ്രിതമാണ്. ഓക്കെ ആണോ? മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്നവയാണ് ഏകാത്മക മിശ്രിതം എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഏകരൂപത്തിലുള്ള മിശ്രിതങ്ങൾ എന്നും പറയും. ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഏകരൂപത്തിലുള്ള മിശ്രിതങ്ങൾ എന്നും പറയാറുണ്ട്. അപ്പൊ ഏകരൂപത്തിലുള്ള മിശ്രിതം എന്ന് ചോദിച്ചാലും ഏകാത്മക മിശ്രിതം എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. എന്താണ് നമ്മളെ ലായനികൾ എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാവുന്ന ഏകാത്മക മിശ്രിതമാണ്, അല്ലെങ്കിൽ ഏകരൂപത്തിലുള്ള മിശ്രിതങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഈ ഏകാത്മക മിശ്രിതങ്ങളുടെ പ്രത്യേകത എന്താ? എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കും. എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കും. നമുക്ക് നോക്കാം. പഞ്ചസാര ലായനി ഞാൻ മുകളിൽ നിന്ന് കുറച്ചെടുത്താലും താഴേന്ന് കുറച്ചെടുത്താലും ഒരേ ഗുണമാണ് കാണിക്കുക. അതേ സ്ഥാനത്ത് ഞാൻ ഒരു മണൽ കലക്കിയ വെള്ളം എടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഉള്ളത് കുറച്ച് വെള്ളം ഉണ്ടാവും, അടിയിൽ കുറെ പാർട്ടിക്കിൾ ഉണ്ടാവും. ഒരു യൂണിഫോം അല്ല. അതായത് എല്ലാവരുടെയും ഒരേ ഗുണമല്ല അത് കാണിക്കുന്നത്, വ്യത്യസ്ത ഗുണമാണ് കാണിക്കുന്നത്. എന്നാൽ ഏകാത്മക മിശ്രിതത്തിൽ എല്ലാ ഭാഗത്തും എന്താണ്? ഒരേ ഗുണം കാണിക്കും. ഒരേ ഗുണം കാണിക്കുന്നവയാണ് എന്ത്? ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ലായനിയിലെ ഘടകങ്ങൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ലായനിയിലെ ഘടകങ്ങളിലെ അത് തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. നമ്മളിപ്പം എന്താ പഞ്ചസാരയും ജലവും എടുത്ത് അത് നമ്മൾ പറഞ്ഞു ലായനിക്ക് ഉദാഹരണമാണ് പഞ്ചസാര ലായനി എന്ന് പറയുന്നത്. അപ്പൊ ഈ പഞ്ചസാര ജലത്തിൽ മിക്സ് ആവുക എന്ന് പറയുമ്പോൾ അവിടെ രാസപ്രവർത്തനം ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പൊ അവിടെ പറയുന്നത് അതായത് ലായനിയിലെ ഘടകങ്ങൾ തമ്മിൽ, പഞ്ചസാരയും ജലവും തമ്മിൽ രാസപ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ലായനിയിലെ ഘടകങ്ങൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? ഏകാത്മക മിശ്രിതമാണ്. ഏകാത്മക മിശ്രിതം. രണ്ടാമത്തത് എന്താണ് പറയുന്നത്? ഘടകങ്ങൾ എന്താണ്? ഘടകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ക്ലിയർ ആയോ? ഇതാണ് രണ്ട് സവിശേഷതകൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ തരം ലായനികളാണ്. വിവിധ തരത്തിലുള്ള ലായനികളാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ചില ലായനികൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. നമുക്ക് ചില ലായനികൾ പട്ടികയിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? ഇതൊക്കെ ലായനികളാണ്. ഇവയിൽ ലീനം, ലായകം എന്നിവയെ കണ്ടെത്തി ഏതെല്ലാം അവസ്ഥകളിലാണെന്നും തിരിച്ചറിഞ്ഞു പട്ടിക പൂർത്തിയാക്കുക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ പട്ടികയിൽ കുറച്ച് ലായനികൾ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിലെ ലീനത്തിനെ കണ്ടുപിടിക്കണം, ദെൻ ലീനത്തിന്റെ അവസ്ഥ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ ലായകം ഏതാന്ന് കണ്ടുപിടിക്കണം, ലായകത്തിന്റെ അവസ്ഥ ഏതാണെന്നുള്ളതും കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിലെ ഇതേ ടേബിൾ പഠിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കിയാലോ ഏതൊക്കെ ലായനിയാണ് എന്നുള്ളത്. ഫസ്റ്റ് ഉപ്പ് ലായനി. നമുക്കറിയാം ഉപ്പ് ലായനിയിൽ എന്തൊക്കെയുണ്ട്? ഉപ്പുണ്ട്, ദെൻ ജലമുണ്ട്. ലീനം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഉപ്പാണ് ലീനം. ഉപ്പല്ലേ ലയിക്കുന്നത്? ഏതാണോ ലയിക്കുന്നത് അതാണ് എന്ത്? ലീനം. ഏതാണോ ലയിക്കുന്നതാണ് ലീനം. ഉപ്പാണ് ലയിക്കുന്നത്, ലീനം. അപ്പൊ ഉപ്പാണ് ലീനം എന്ന് പറയുന്നത്. അതിന്റെ അവസ്ഥ എന്താ? ഉപ്പ് ഖരാവസ്ഥയിലല്ലേ? ഉപ്പ് ഖരാവസ്ഥയിലാണ്. ദെൻ ഏതിലാണോ ലയിക്കുന്നത്, ഉപ്പ് ഏതിലാണോ ലയിക്കുന്നത് അതാണ് എന്ത്? ലായകം. ഉപ്പ് ഏതിലാണോ ലയിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലായകം. അപ്പൊ എന്തിലാണ് ഇവിടെ ഉപ്പ് ലായനിയിൽ എന്തിലാണ് ലയിക്കുന്നത്? ജലത്തിലല്ലേ? ജലത്തിലാണ്. ജലമാണ് എന്ത്? ലായകം. സോ ജലമാണ് ലായകം.
നമുക്കറിയാം ജലത്തിന്റെ അവസ്ഥ എന്താ? ദ്രാവകാവസ്ഥ. സോ ദ്രാവകം. ഇനി ലായനിയുടെ അവസ്ഥയാണ് തന്നിട്ടുള്ളത്. ലായനിയുടെ അവസ്ഥ എന്നറിയാം, നമുക്കറിയാം ഉപ്പ് ജലത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാല് കലക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഉപ്പ് ലായനിയാണ്. ഉപ്പ് ലായനിയുടെ അവസ്ഥ എന്താ? ദ്രാവകാവസ്ഥയിലല്ലേ? അതിവിടെ തന്നിട്ടുണ്ട്, ദ്രാവകാവസ്ഥ. ദ്രാവകാവസ്ഥ. അടുത്തത് നോക്ക്, പിച്ചള. പിച്ചളയാണ് പിച്ചള. പിച്ചള എന്ന് പറയുമ്പോൾ അതിന്റെ ലീനം എന്ന് പറയുന്നത് സിങ്ക് ആണ്. ലീനം എന്ന് പറയുന്നത് സിങ്ക് ആണ്. സിങ്കിന്റെ അവസ്ഥ എന്താ? സിങ്ക് ഏത് അവസ്ഥയിലാ? സിങ്ക് ഒരു മെറ്റൽ ആണ്. അത് ഏത് അവസ്ഥയിലാ? ഖരാവസ്ഥയിലാണ്. ഖരാവസ്ഥയിലാണ്. ഖരം. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലായകം. ലായകം കാണാനല്ലേ? ലായകം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? പിച്ചളയിലെ ലായകം എന്ന് പറയുന്നത് കോപ്പർ ആണ്. പിച്ചളയിലെ ലായകം എന്ന് പറയുന്നത് കോപ്പർ ആണ്. ക്ലിയർ ആണോ? കോപ്പർ ആണ്. കോപ്പറിന്റെ അവസ്ഥ ഏതാ? കോപ്പറിന്റെ അവസ്ഥ ഖരാവസ്ഥയാണ്. ഖര. പിച്ചളയുടെ പാത്രങ്ങളുണ്ട്, പല അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഈ പിച്ചള എന്ന് പറയുന്നത് ഏതവസ്ഥയിലാണ് നമ്മൾ കാണാറ്? ഖരാവസ്ഥയിലാണ്. എന്താണ്? ഖരാവസ്ഥയിലാണ്. പിച്ചള എന്ന് പറയുന്ന ലായനി ഖരാവസ്ഥയിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്തതാണ് സോഡാ വെള്ളം. സോഡാ വെള്ളം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കല്ലോ. സോഡ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആദ്യം എന്താ പോവും? ഗ്യാസ് പുറത്തേക്ക് വരുന്നില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നില്ലേ? അപ്പൊ സോഡാ വാട്ടർ. സോഡാ വാട്ടർ ഉണ്ടാക്കുന്നത് എന്താ? എങ്ങനെയാ? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിൽ പമ്പ് ചെയ്തിട്ടാണ് സോഡാ വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ലീനം എന്ന് പറയുന്നത് എന്താണ്? ലീനം. ലീനം എന്താണോ മിക്സ് ആക്കുന്നത്? എന്താണോ മിക്സ് ആക്കുന്നത്? നമ്മൾ പ്രഷർ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? അപ്പൊ ലീനം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതിന്റെ അവസ്ഥ എന്താ? വാതകാവസ്ഥ. കാർബൺ ഡൈ ഓക്സൈഡ് വാതകാവസ്ഥയിലല്ലേ? വാതകം. എന്തിലാണ് നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പമ്പ് ചെയ്യുന്നത്? മിക്സ് ചെയ്യുന്നത് ഏതിലാ? ഏതിലാണോ ലീനം ലയിക്കുന്നത് അതാണ് എന്ത്? ലായകം. ജലമല്ലേ? ജലത്തിന്റെ അവസ്ഥ ദ്രാവകം. ദ്രാവകം. നിങ്ങൾക്കറിയാം സോഡാ വാട്ടർ. സോഡാ വാട്ടർ എങ്ങനെയാ? നമ്മൾ സോഡാ വാട്ടർ എന്ന് തന്നെയാ പറയാ. സോഡാ വെള്ളം. സോഡാ വെള്ളത്തിന്റെ അവസ്ഥ എന്താ? ദ്രാവകാവസ്ഥയിലല്ലേ? നമ്മൾ കുടിക്കുന്നതല്ലേ? ദ്രാവകാവസ്ഥ. ദ്രാവകം. ദ്രാവകം. അടുത്തതാണ് ആൽക്കഹോളും ജലവും ചേർന്നുള്ള മിശ്രിതം. ആൽക്കഹോളും ജലവും ചേർന്നുള്ള മിശ്രിതം. ഓക്കെ ആണോ? ഇവിടെ തന്നിട്ടുണ്ട്. ലീനം എന്ന് പറയുന്നത് എന്താണ്? ലീനം എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ഏതാണ് അവസ്ഥ? ദ്രാവകാവസ്ഥ. ദ്രാവകം. അത് എന്തിലാണ് മിക്സ് ചെയ്യുന്നത്? എന്തിലാണ്? വാട്ടർ, അതായത് ജലം. ജലത്തിന്റെ അവസ്ഥ എന്താണ്? ജലം. ദ്രാവകം. ആൽക്കഹോൾ ജലത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം ഏതവസ്ഥയിലാണുള്ളത്? ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം ദ്രാവകാവസ്ഥയിലാണ്. ദ്രാവകാവസ്ഥ. ദ്രാവകം. ക്ലിയർ ആയോ? ദ്രാവകം. ദെൻ അവസാനത്തതാണ് തുരിശ്. തുരിശ് ലായനി. തുരിശ് ലായനി എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കോപ്പർ സൾഫേറ്റ് CuSO4 ജലത്തില് മിക്സ് ചെയ്തുണ്ടാക്കുന്ന മിശ്രിതമാണ് തുരിശ് ലായനി എന്ന് പറയുന്നത്. കീടനാശിനിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഭയങ്കര പോയ്സണസ് ആണ്. അപ്പം നമ്മളൊന്നും അങ്ങനെ അറിയാതെ പോലും അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളെ കീടനാശിനി എന്താ കൃഷിക്കാരുടെ കയ്യിലൊക്കെ ഉള്ള ഒരു സാധനമാണ്. ഭയങ്കര കെമിക്കലാണ് അത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ. ഓക്കെ. തുരിശ് ലായനി. തുരിശ് ലായനിയിലെ ലീൻ എന്താ? നമ്മൾ പറഞ്ഞു കോപ്പർ സൾഫേറ്റ് ജലത്തിൽ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ കോപ്പർ സൾഫേറ്റ് ആണ് CuSO4. ഈ കോപ്പർ സൾഫേറ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ്. ക്രിസ്റ്റൽ ആയിട്ടാണ് ഉണ്ടാവുക. ഒരു ബ്ലൂ കളേർഡ് ക്രിസ്റ്റൽ ആയിട്ടാണ് കോപ്പർ സൾഫേറ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ലായകം എന്താണ്? ലായകം ജലമാണ്. ജലത്തിന്റെ അവസ്ഥ ദ്രാവകം. ദ്രാവകം. ഈ തുരിശ് ലായനി എന്ന് പറയുന്നത് എന്തവസ്ഥയിലാണെന്നറിയോ? ദ്രാവകാവസ്ഥയിലാണ്. ദ്രാവകം. ക്ലിയർ ആയോ? ഈ ടേബിൾ ക്ലിയർ ആയില്ലേ? ഈ ടേബിൾ
ക്ലിയർ ആയില്ലേ? ഈ ടേബിൾ ഒന്ന് നോക്കി വെച്ചോ. ലായനിക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഉപ്പ് ലായനി, പിച്ചള, സോഡാ വെള്ളം, ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം, തുരിശു ലായനി. ക്ലിയർ ആയോ? തുരിശു ലായനി. അപ്പൊ അതിലൊക്കെ ഉള്ള ലീനം ഏതാണെന്നും ലായകം ഏതാണെന്നും അതിന്റെ അവസ്ഥ എങ്ങനെയാണെന്നും ലായനിയുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോ എഴുതിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഈ ടേബിളിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായെന്നാണ്. വ്യത്യസ്ത അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്ന ലായനികൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. വ്യത്യസ്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലായനികൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. നോക്ക്, ദ്രാവകമുണ്ട്, ഖരമുണ്ട്. ഖരാവസ്ഥയിലും ഉണ്ട്, ദ്രാവകാവസ്ഥയിലും ഉണ്ട്. അപ്പൊ വ്യത്യസ്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് ലായനികൾ ഉണ്ട്. ലായനികൾ ഒരിക്കലും ദ്രാവകാവസ്ഥയിൽ മാത്രമല്ല. എന്താണ് ഖരാവസ്ഥയിൽ ഉണ്ടാവാം, എന്താണ് വാതകാവസ്ഥയിൽ ഉണ്ടാവാം, ദ്രാവകാവസ്ഥയിൽ ഉണ്ടാവാം. അപ്പൊ വ്യത്യസ്ത അവസ്ഥയിലുള്ള എന്തുണ്ട്? വ്യത്യസ്ത അവസ്ഥയിലുള്ള ലായനികൾ ഉണ്ട്. അത് നമുക്കിപ്പം വ്യക്തമായിട്ടുണ്ട്. ഇനി ലായനിയുടെ അവസ്ഥയും ലായകത്തിന്റെ അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നോക്ക്, ലായനിയുടെ അവസ്ഥയും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലായനിയുടെ അവസ്ഥയും ലായകത്തിന്റെ അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. നമുക്കൊന്ന് നോക്കിയാലോ. നോക്കിവിടെ രണ്ടും ദ്രാവകാണ്, രണ്ടും ഖരാണ്, രണ്ടും ദ്രാവകാണ്. എന്നാ ഇവിടെ നോക്ക്, വാതകാണ്, പക്ഷെ ദ്രാവകാണ്. ഖരമാണ്, ദ്രാവകാണ്. അപ്പൊ എന്താണ്? നോക്ക്, ലായകത്തിന്റെ അവസ്ഥയും എന്താണ് ലായനിയുടെ അവസ്ഥയും ലായനിയുടെ അവസ്ഥയും എന്ന് പറയുന്നത് സെയിം ആണ്. ലായനിയുടെ അവസ്ഥയും ലായകത്തിന്റെ അവസ്ഥയും എന്താണ്? സെയിം ആണ്. മിക്കവാറും ലായനികളിൽ ലായകത്തിന്റെ ഭൗതികാവസ്ഥ തന്നെയായിരിക്കും ലായനിയുടെ ഭൗതികാവസ്ഥയും. അതായത് മിക്കവാറും സാഹചര്യങ്ങളിൽ എന്താണ് ലായകത്തിന്റെ ഭൗതികാവസ്ഥ ഏതാണോ അതേ അവസ്ഥ തന്നെയായിരിക്കും എന്ത് ലായനിയുടെ ഭൗതികാവസ്ഥയും. മനസ്സിലായോ? നോക്കാം. ജ്വല്ലറികളുടെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളുടേത് 916 ഗോൾഡ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ പറയാറില്ലേ 916 ഗോൾഡ് വാങ്ങണം, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങുമ്പോ 916ന്റെ മാർക്ക് ഉണ്ടോ നോക്കണം എന്നൊക്കെ പറയുന്നില്ലേ? എന്താണ് ഈ 916 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. 1000 ഗ്രാം ആഭരണത്തിൽ 916 ഗ്രാം എന്താണ്? ശുദ്ധ സ്വർണമാണ്. അതായത് 916 ഗോൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 1000 ഗ്രാം നമ്മൾ ആഭരണം എടുക്കുകയാണെങ്കിൽ അതിൽ 916 ശുദ്ധ സ്വർണമാണ്. 916 ശുദ്ധ സ്വർണമാണ്. ബാക്കി എന്തൊക്കെയാണെന്നറിയോ? സിൽവർ, കോപ്പർ എന്നീ ലോഹം, സിൽവറും കോപ്പറും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ബാക്കി. 1000 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ 916 എന്താണ്? ശുദ്ധ സ്വർണവും ബാക്കി സിൽവറും കോപ്പറിന്റെ ഒക്കെ മിക്സ് ആണ് എന്നാണ് പറയുന്നത്. അതെന്തിനാ അത് ചേർക്കുന്നത് എന്നറിയോ? അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താണ് ആഭരണങ്ങളുടെ ദൃഢതയൊക്കെ കൂട്ടാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിൽവർ, കോപ്പറും ഒക്കെ ഉപയോഗിക്കുന്നത്. അത് ശരിക്കും ആവശ്യമാണ്. അത് മോശമായിട്ടല്ല, അതുണ്ടെങ്കിലാണ് ഒരു ഓർണമെന്റിന് എന്താ നല്ല ദൃഢതയും ഉറപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പൊ 916 ഗോൾഡ് എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം സ്വർണ്ണാഭരണം എടുത്തു കഴിഞ്ഞാൽ അതിൽ 916 916 ഗ്രാം എന്ന് പറയുന്നത് ശുദ്ധ സ്വർണവും ബാക്കി സിൽവറും കോപ്പറും ഒക്കെ ആയിരിക്കും. ഈ സിൽവറും കോപ്പറും എന്നൊക്കെ പറയുന്നത് ദൃഢത കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ദൃഢതയും ഉറപ്പൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് നോക്കാം. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങൾ സൂചിപ്പിക്കുന്ന ഡയഗ്രാം ശ്രദ്ധിക്കുക. കണ്ടോ? ഇതാണ് അന്തരീക്ഷ വായുവിലെ ഘടകങ്ങൾ സൂചിപ്പിക്കുന്ന ഡയഗ്രാം. നോക്ക്, ഇവിടെ ഏതൊക്കെയുള്ളത്? നൈട്രജൻ എത്രയുണ്ട്? 78%.
78% ആണ് നൈട്രജൻ. നൈട്രജൻ 78% ഉണ്ട്. ദെൻ നോക്കുന്നത് എന്താ? ഓക്സിജൻ. ദെൻ ഓക്സിജൻ എത്രയാണ്? 20.9%. 20.9%. ദെൻ ആർഗൺ ഉണ്ട് 0.9 ആൻഡ് പിന്നെ മറ്റു വാതകങ്ങളും ഉണ്ട്. ഇതാണ് നമ്മൾ അന്തരീക്ഷ വായുവിലെ എന്താണ് ഘടകങ്ങളെ കാണിക്കുന്ന ഡയഗ്രാം. നിങ്ങൾ നോക്കിയല്ലോ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. പല വാതകങ്ങളും ചേർന്ന ഏകാത്മക മിശ്രിതമാണ് ശുദ്ധവായു എന്ന് കണ്ടല്ലോ. നമ്മൾ പറയുന്ന ശുദ്ധവായു എന്ന് പറയുന്നത് എന്താണ്? പല ഘടകങ്ങളും ചേർന്നിട്ടുള്ള ഏകാത്മക മിശ്രിതമാണല്ലോ. പല ഘടകങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഏകാത്മക മിശ്രിതമാണ് എന്ത്? നമ്മളിപ്പോ കാണുന്ന ശുദ്ധവായു. അതായത് ഞാനിപ്പം ഇവിടുന്ന് കുറച്ച് ശുദ്ധവായു എടുത്തു കഴിഞ്ഞാൽ ഒരേ ഗുണമായിരിക്കും, കുറച്ച് ഹൈറ്റിൽ നിന്ന് എടുത്താൽ ഒരേ ഗുണമായിരിക്കും. അപ്പം ശുദ്ധവായു എന്ന് പറയുന്നത് ഒരു ഏകാത്മക മിശ്രിതമാണ്. അതിൽ വ്യത്യസ്ത തരം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ആർഗൺ ഉണ്ട്, മറ്റു വാതകങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള എന്താണ്? ഒരു ഏകാത്മക മിശ്രിതമാണ് നമ്മളെ അന്തരീക്ഷ വായു എന്ന് പറയുന്നത്. നോക്കാം. ഇനി അടുത്തതാണ്, ഒരു ലായനിയിലെ ലീനം, ലായകം എന്നിവ തീരുമാനിക്കുന്നത് എപ്രകാരമായിരിക്കും? നമ്മൾ പറഞ്ഞു ഏതാണോ ലയിക്കുന്നത് അതാണ് ലീനം, എന്തിലാണോ ലയിക്കുന്നത് അതാണ് ലായകം. അപ്പൊ ലീനം ലായകത്തിൽ ലയിച്ചാലാണ് ലായനി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ലീനവും ലായകവും ഏതാണെന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ നോക്കാം. ഏതാണ് ലയിക്കുന്ന സാധനം, ഏതിലാണ് ലയിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ? അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? നോക്കാം. കുറഞ്ഞ അളവിലുള്ള ഘടകം ലീനവും, കുറഞ്ഞ അളവിലുള്ള ഘടകം ലീനവും കൂടുതൽ അളവിലുള്ള ഘടകം ലായകവും ആയിരിക്കും. ഒരു ലായനിയില് കുറഞ്ഞ അളവിലുള്ള ഘടകത്തെ നമ്മൾ ലീനമായിട്ട് കാണും. ലീനം എന്നാണ് പറയുന്നത്. കൂടുതൽ അളവിലുള്ള ഘടകത്തെ നമ്മൾ എന്ത് പറയും? ലായകം എന്നാണ് പറയുന്നത്. നോക്കാം. ലോഹസങ്കരമായ അലോയ് എന്താണ്? ഒരു ലോഹസങ്കരമാണ്. പിച്ചളയുടെ 34%, സിങ്കിന്റെ 66%, പിച്ചളയുടെ 34%, സിങ്കിന്റെ 66%, പിന്നെ കോപ്പറും അടങ്ങിയിരിക്കുന്നു. ഇതിൽ കോപ്പറും അടങ്ങിയിട്ടുണ്ട്. ലോഹസങ്കരമായ അലോയ് ആണ് പിച്ചള. പിച്ചളയിൽ എന്താണ്? 34% സിങ്കും 66% കോപ്പറും 34% സിങ്ക് പിച്ചളയിലാണ്. അതായത് അലോയ്, നമ്മൾ ലോഹസങ്കരമാണ് അലോയ്, അതാണ് പിച്ചള എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പിച്ചളയില് 34% എന്താണ്? സിങ്കാണ്. 34% സിങ്കാണ്. 66% എന്താണ്? കോപ്പറാണ്. 66% കോപ്പറാണ്. 34% എന്താണ്? സിങ്കാണ്. 34% സിങ്കാണ്. അലോയ് പിച്ചള നമ്മൾ പറഞ്ഞു, ബ്രാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലായനിക്ക് ഉദാഹരണമാണ് എന്നുള്ളത്. അപ്പം ഇതിൽ ലീനവും ലായകവും ഏതെന്ന് കണ്ടെത്താമോ എന്നാ. ലീനം എന്ന് പറയുന്നത് കുറഞ്ഞ അളവിലുള്ളതാണ്. ഇവിടെ ഏതാണ് കുറഞ്ഞ അളവിലുള്ളത്? ലീനം കുറഞ്ഞ അളവിലുള്ള ഘടകമാണ്. 34% ഉള്ളത് ഏതാണ്? സിങ്കാണ്. സിങ്ക്. അപ്പൊ ലീനം സിങ്കാണ്. ലീനം എന്താണ്? സിങ്കാണ്. അപ്പൊ കൂടുതൽ അളവിലുള്ളതല്ലേ ലായകം? കൂടുതൽ അളവിൽ ഇവിടെ ഏതാ ഉള്ളത്? കോപ്പർ അല്ലേ? സോ കോപ്പറാണ്. കൂടുതൽ അളവിലുള്ളത് കോപ്പറാണ്. അപ്പൊ ഇതിന്റെ എന്താണ് ലായനി എന്ന് പറയുന്നത്? ലായനി എന്താണ്? ബ്രാസ്. പിച്ചളയാണ്. പിച്ചളയിലെ ലീനവും ലായകവും നമ്മൾ മനസ്സിലാക്കി. കുറഞ്ഞ അളവിലുള്ളത് ലീനവും കൂടുതൽ അളവിലുള്ളത് ലായകവുമാണ്. ഇവിടെ കുറഞ്ഞ അളവിലുള്ളത് സിങ്കാണ്, കൂടുതൽ അളവിലുള്ളത് കോപ്പറാണ്. അപ്പൊ ലീനവും ലായകവും കൂടി ചേർന്നിട്ടുണ്ടായ ലായനിയാണ് എന്ത്? പിച്ചള എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ? ഇനി അന്തരീക്ഷ വായുവിൽ ലായകമായ ഘടകം ഏതായിരിക്കും? എന്തുകൊണ്ട്? ലായകം എന്ന് പറയുന്നത് കൂടുതൽ അളവിലുള്ളതാ. നമ്മൾ നോക്കി, കൂടുതൽ അളവിലുള്ള ഘടകം ഏതാ? നൈട്രജൻ ആണ്. അപ്പൊ അന്തരീക്ഷ വായുവിൽ കൂടുതൽ അളവിലുള്ളത് നൈട്രജൻ ആയതുകൊണ്ട് തന്നെ ലായകം എന്ന് പറയുന്നത് എന്താണ്? ലായകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ ആണ് കൂടുതൽ അളവിലുള്ളത്. അതാണ് എന്ത്? ലായകം എന്ന് പറയുന്നത്. അടുത്തത് ജലീയ ലായനി അഥവാ അക്വസ് സൊല്യൂഷൻ. ജലീയ ലായനികളിൽ ഏതളവായാലും ജലം തന്നെയായിരിക്കും ലായകം. അത് ഓർത്തു വെക്കണേ. അതായത് ജലവുമായിട്ട് മിക്സ് ചെയ്യുന്ന ലായനി, അതായത് ജലത്തില് മിക്സ് ചെയ്യുന്ന ലീനവും ലായകവും ചേർന്നുണ്ടാവുന്ന ലായനിയിലെ അതിലൊന്ന് ജലമാണെങ്കിൽ, അതായത് ഒരു ഘടകം ജലമാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന എന്താണ്? അക്വസ് സൊല്യൂഷൻ അല്ലെ ജലീയ ലായനി. ജലീയ ലായനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിന്റെ ലീനവും ലായകവും അളവ് നോക്കിയിട്ടല്ല പറയാ. അളവ് എങ്ങനെ തന്നെ വന്നാലും എന്താണ്? ലായകം എപ്പോഴും ജലമായിരിക്കും. ഒരു ഘടകം ജലമാണെങ്കിൽ ജലം എപ്പോഴും ലായകമായിരിക്കും. ഈ ഘടകത്തില് ഒരു ഘടകം ജലമാണെങ്കിൽ എന്താണ്? ലായകം എപ്പോഴും ജലമായിരിക്കും. അവിടെ അളവ് നോക്കേണ്ട ആവശ്യമില്ല. ജലീയ ലായനിയിലെ ഘടകത്തിലെ ജലം എപ്പോഴും എന്താണ്? ലായകമായിരിക്കും. അത് അളവുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ജലീയ ലായനിയിൽ ജലം എന്ന് പറയുന്നത് എന്താണ്? ജലം എന്ന് പറയുന്നത് എപ്പോഴും ലായകമായിരിക്കും. അത് അളവുമായിട്ട് അളവ് വെച്ചിട്ട് നമ്മൾ എന്താണ് ബന്ധപ്പെടുത്തിയിട്ട് നോക്കുന്നില്ല. ജലം ഉണ്ടെങ്കിൽ അതെന്താണ്? ലായകമാണ്. ജലമുണ്ടോ? ജലം ലായകമായിരിക്കും. അപ്പൊ ജലം എപ്പോഴും എന്താണ്? ലായകമായിരിക്കും. നമ്മൾ പറയാറില്ലേ ജലം ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് എന്നൊക്കെ പറയാറില്ലേ? അത് ഓർത്തു വെച്ചാൽ മതി. ജലത്തിൽ ലയിക്കാത്തതും മറ്റു ചില ലായകങ്ങളിൽ ലയിക്കുന്നതുമായ പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് ഉള്ള സൂചനയാണ് പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ നാം കണ്ടത്. ഇതാണ് ഇനാമൽ പെയിന്റ് ലയിപ്പിച്ച ലായനി. അതായത് ജലത്തിൽ എല്ലാ സാധനവും ലയിക്കുവോ? ജലത്തിലെല്ലാം ലയിക്കുവോ? എന്നാൽ ജലത്തിലെല്ലാം ലയിക്കൂല. ജലത്തിൽ ലയിക്കുന്നതും ജലത്തിൽ ലയിക്കാത്തതുമായ ലായനികളുണ്ട്. ജലത്തിൽ ലയിക്കുന്നതും ജലത്തിൽ ലയിക്കാത്തതുമായ പദാർത്ഥങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറയാം. ജലത്തിൽ ലയിക്കുന്നതും ജലത്തിൽ ലയിക്കാത്ത പദാർത്ഥങ്ങളുണ്ട്. നമ്മൾ പാഠഭാഗത്തിൽ ആദ്യം കണ്ടു ഇനാമൽ പെയിന്റിന്റെ ബ്രഷ് ജലത്തിന്റെ ലായനിയിൽ മുക്കിയപ്പോ എന്താണ് സംഭവിച്ചത്? അത് പോകുന്നില്ല. എന്നാൽ അതെന്താ? ടർപ്പന്റൈനിൽ മുക്കിയപ്പോ എന്താ? ആ ഇനാമൽ പെയിന്റ് പോകുന്നുണ്ട്. അപ്പൊ എല്ലാ പദാർത്ഥങ്ങളും ജലത്തിൽ ലയിക്കുന്നില്ല. ചില പദാർത്ഥങ്ങൾ ജലത്തിൽ ലയിക്കുന്നില്ല, എന്നാൽ ചില പദാർത്ഥങ്ങൾ ജലത്തിൽ ലയിക്കുന്നുണ്ട്. ജലത്തിൽ ലയിക്കുന്നതും ജലത്തിൽ ലയിക്കാത്തതുമായ പദാർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. നോക്കാം. ടർപ്പന്റൈൻ, മണ്ണെണ്ണ, പെട്രോൾ തുടങ്ങിയ ചില ലായകങ്ങൾ ഓർത്തു വെക്കണേ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. ടർപ്പന്റൈൻ, മണ്ണെണ്ണ, പെട്രോൾ തുടങ്ങിയ ചില ലായകങ്ങൾ വിവിധ ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. എന്താണ്? മണ്ണെണ്ണ, പിന്നെ ടർപ്പന്റൈൻ, പെട്രോൾ എന്നൊക്കെ പറയുന്നത് ഹൈഡ്രോ കാർബണിന്റെ മിശ്രിതമാണ്. അതായത് ഹൈഡ്രജനും കാർബണും ഒക്കെ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു മിശ്രിതമാണ് എന്നാണ് പറയുന്നത്. ആൽക്കഹോൾ, കാർബൺ ഡൈസൾഫൈഡ് ആണ് CS2. കാർബൺ ഡൈസൾഫൈഡ്, ബെൻസീൻ, കാർബൺ ടെട്രാക്ലോറൈഡ് എന്നിവ ഓർഗാനിക് ലായകങ്ങളാണ്. ഓർഗാനിക് ലായകങ്ങൾക്ക് എക്സാമ്പിൾ ചോദിക്കും, അത് പഠിച്ചിരിക്കണം. ഓർഗാനിക് ലായകങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ആൽക്കഹോൾ ഓർഗാനിക് ആണ്. കാർബൺ ഡൈസൾഫൈഡ് അല്ലെങ്കിൽ CS2 എന്നെങ്കിലും പഠിച്ചു വെക്കുക. കാർബൺ ഡൈസൾഫൈഡ് എന്ന് ഓർക്കുന്നില്ലെങ്കിൽ CS2 എന്നെങ്കിലും പഠിച്ചു വെക്കുക. ബെൻസീൻ C6H6,
കാർബൺ ടെട്രാക്ലോറൈഡ്, ഇതൊക്കെ എന്ന് പറയുന്നത് ഓർഗാനിക് ലായകങ്ങളാണ്. ഓർഗാനിക് ലായകങ്ങളാണ്. എല്ലാ ദ്രവ്യങ്ങളും പരസ്പരം കലർന്ന് ലായനിയായി തീരണമെന്നില്ല. എല്ലാ ദ്രവ്യങ്ങളും പരസ്പരം കലർന്നാൽ ലായനി ആവണമെന്നില്ല. വെറുതെ കലർന്നു എന്ന് വെച്ചെന്താണ്, അത് ലായനി ആവുന്നില്ല. അപ്പം നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ജലത്തിൽ ലയിക്കുന്ന പദാർത്ഥങ്ങളും ഉണ്ട്, ജലത്തിൽ ലയിക്കാത്ത പദാർത്ഥങ്ങളും ഉണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ടർപ്പന്റൈന്, മണ്ണെണ്ണ, പെട്രോൾ തുടങ്ങിയ ലായകങ്ങളൊക്കെ എന്താണ്, ഹൈഡ്രോ കാർബണിന്റെ മിശ്രിതമാണ് എന്നുള്ളതും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഓർഗാനിക് സോൾവെന്റിന് എക്സാമ്പിൾ ആണ് ബെൻസീൻ, ആൽക്കഹോൾ, കാർബൺ ഡൈസൾഫൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് മണ്ണെണ്ണ, പെട്രോൾ തുടങ്ങിയവ ഓരോന്നും ജലത്തിൽ ചേർത്ത് നോക്കൂ, ലയിക്കുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? ഈ മണ്ണെണ്ണയും പെട്രോളൊക്കെ ജലത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലയിക്കില്ല, അത് ജലവുമായിട്ട് കൂടി കലരൂല, അത് സെപ്പറേറ്റ് ലെയർ ആയിട്ട് തന്നെ നിൽക്കുള്ളൂ, അത് ലയിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, രണ്ട് പദാർത്ഥങ്ങള് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ലായനി ആവൂല. ഇപ്പൊ മണ്ണെണ്ണയും ജലവും വെച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ആവുന്നില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ ജലം ഒരു പോളാർ സംയുക്തമാണ്. മണ്ണെണ്ണ, പെട്രോൾ തുടങ്ങിയവ നോൺ പോളാർ സംയുക്തമാണ്. ജലം എന്ന് പറയുന്നത് പോളാർ സംയുക്തമാണ്. എന്നാൽ മണ്ണെണ്ണ, പെട്രോള്, ടർപ്പന്റൈൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? നോൺ പോളാർ സംയുക്തമാണ്. അപ്പൊ ഒരു ലീനം ലായകത്തിൽ ലയിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സമാനമായതിനെ ലയിപ്പിക്കും. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നാണ് പറയാം. എന്ന പൊതുതത്വത്തിന്റെ അടിസ്ഥാനം, അതായത് ഒരു പൊതുതത്വം പറയുന്നത് എന്താന്ന് വെച്ചാൽ ലൈക്സ് ഡിസോൾവ്സ് ലൈക്സ് എന്നാണ് പറയുന്നത്. അതായത് സമാനമായത് സമാനമായതിലേ ലയിക്കുള്ളൂ, ഒരുപോലെയുള്ള സാധനങ്ങളെ ലയിക്കുള്ളൂ. ഇവിടെ പറയുന്നത് എന്താണ്? ജലം എന്ന് പറയുന്നത് പോളാറാണ്. അപ്പൊ ജലം പോളാർ ആയിട്ടുള്ളതിലേ ലയിക്കുള്ളൂ. എന്നാൽ മണ്ണെണ്ണ, ടർപ്പന്റൈൻ, പെട്രോൾ എന്നുള്ളതൊക്കെ എന്താണ്? നോൺ പോളാർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ നോൺ പോളാർ ആയിട്ടുള്ളത് എന്താ? നോൺ പോളാറിലേ ലയിക്കുള്ളൂ. സമാനമായതിലേ ലയിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, മണ്ണെണ്ണയിൽ ജലം ലയിക്കാത്തത് എന്തുകൊണ്ട്? എന്നാൽ ജലം പോളാറാണ്, മണ്ണെണ്ണ എന്ന് പറയുന്നത് എന്താണ്? നോൺ പോളാറാണ്. ഈ പോളാർ സംയുക്തങ്ങളും നോൺ പോളാർ സംയുക്തങ്ങളും ലയിക്കില്ല, സമാനമായതിലേ ലയിക്കുള്ളൂ എന്ന പൊതു തത്വപ്രകാരമാണ് ഇത് പറയേണ്ടത്. മനസ്സിലായോ? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം. എന്തൊക്കെ എഴുതണം? ജലം പോളാറാണ്, തന്നിട്ടുള്ളത് നോൺ പോളാർ ആണെങ്കിൽ അത് മണ്ണെണ്ണയൊക്കെ ആണെങ്കിൽ നോൺ പോളാർ ആണ്. ജലം പോളാറിലേ ലയിക്കുള്ളൂ, മണ്ണെണ്ണ നോൺ പോളാറിലാണ് ലയിക്കുക. ഇത് സമാനമായതിലേ ലയിക്കുള്ളൂ എന്നുള്ള പൊതു തത്വപ്രകാരമാണ് പറയുന്നത്. മനസ്സിലായോ? അയോണിക സംയുക്തമായ ഉപ്പ് ജലത്തിൽ ലയിക്കുന്നതും, അയോണിക സംയുക്തമായ ഉപ്പില്ലേ, അയോണിക സംയുക്തമായ ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്? അയോണിക സംയുക്തമായ ഉപ്പ് എന്താണ്? ജലത്തിൽ ലയിക്കുന്നുണ്ട്. മനസ്സിലായോ? അയോണിക സംയുക്തമായ ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു. എന്നാൽ മണ്ണെണ്ണ, പെട്രോൾ പോലുള്ളവ എന്താണ്? ജലത്തിൽ ലയിക്കാത്തതും ഇതിന് കാരണമാണ്. മണ്ണെണ്ണ, പെട്രോൾ എന്താണ്? നോൺ പോളാർ ആണ്. അത് എന്താണ്? ജലത്തിൽ ലയിക്കുന്നില്ല. സഹസംയോജക സംയുക്തങ്ങൾ പൊതുവെ ജലത്തിൽ ലയിക്കുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വ്യത്യസ്ത തരം ബോണ്ടുകളൊക്കെ പഠിച്ചിട്ടില്ലേ?
അതിൽ ബന്ധനങ്ങൾ, വ്യത്യസ്ത തരം ബന്ധനങ്ങളൊക്കെ പഠിക്കുന്നില്ലേ? അതിൽ അയോണിക് അറിയാം, സഹസംയോജന ബന്ധനമൊക്കെ അറിയാം. അപ്പൊ ഈ അയോണിക സംയുക്തങ്ങളായ ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? ജലത്തിൽ ലയിക്കും. ജലം പോളാറാണ്. എന്നാൽ സംയോജന സംയുക്തങ്ങൾ, അതുപോലെ മണ്ണെണ്ണ, പെട്രോൾ എന്നിവയൊക്കെ എന്താണ്? നോൺ പോളാർ ആയിട്ടുള്ള സോൾവെന്റ് ആണ്. അതിൽ സഹസംയോജന സംയുക്തങ്ങളാണ് കൂടുതലും ലയിക്കുക. എന്താണ്? ജലത്തിൽ സഹസംയോജന സംയുക്തങ്ങൾ അധികം ലയിക്കില്ല എന്നാണ് പറയുന്നത്. കൂടുതലും അയോണിക സംയുക്തങ്ങളാണ് ലയിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ലായകങ്ങളുടെ നിത്യജീവിതത്തിലെ ഉപയോഗങ്ങൾ. ലായകങ്ങളുടെ നിത്യജീവിതത്തിലെ ഉപയോഗങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. സാർവിക ലായകം എന്താണ്? സാർവിക ലായകം നമ്മൾ നേരത്തെ പറഞ്ഞു, യൂണിവേഴ്സൽ സോൾവെന്റ് വാട്ടർ ആണ്, ജലം. സാർവിക ലായകം എന്ന നിലയിൽ ജലത്തിന്റെ ഉപയോഗങ്ങൾ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് പരിചിതമാണ്. മറ്റു ലായകങ്ങളുടെ ഉപയോഗങ്ങൾ പരിശോധിക്കാം. മിശ്രിതങ്ങളായ ലായകങ്ങളും ഇവയിൽപ്പെടും. നമുക്കറിയാം ജലം എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ജലം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാ. ജീവന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമായ ഒരു ഘടകമാണ് എന്ത്? ജലം എന്ന് പറയുന്നത്. മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും എല്ലാത്തിനും എന്താണ്? ജലം അത്യാവശ്യമാണ്. ജലം എന്ന് പറയുന്നത് നമ്മളെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? സാർവിക ലായകം എന്നും നമ്മൾ ജലത്തിന് പറയുന്നുണ്ട്. സാർവിക ലായകം. അപ്പൊ ജലത്തിന്റെ എന്താണ് ഉപയോഗങ്ങൾ നമുക്ക് പരിചയമാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? മറ്റ് ലായകങ്ങളുടെ ഉപയോഗം. മറ്റ് ലായകങ്ങൾ ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്. അതിന്റെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. നോക്കാം. പെട്രോൾ, മണ്ണെണ്ണ, ടർപ്പന്റൈൻ, അമോണിയ ലായനി. പെട്രോൾ, മണ്ണെണ്ണ, ടർപ്പന്റൈൻ, അമോണിയ ലായനി. വസ്ത്രങ്ങളിലെ ഗ്രീസ്, പെയിന്റ്, കറ തുടങ്ങിയവ നീക്കം ചെയ്യാനും ഡ്രൈ ക്ലീനിങ്ങിനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനൊക്കെയാണ്? വസ്ത്രങ്ങളിലെ ഗ്രീസ്, പെയിന്റ്, അഴുക്ക്, കറ നീക്കം ചെയ്യാനും. അതുകൂടാതെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നോക്ക്, ഡ്രൈ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. പെട്രോള്, മണ്ണെണ്ണ, ടർപ്പന്റൈൻ, അമോണിയ ലായനി, വസ്ത്രങ്ങളുടെ കറ, പിന്നെന്താണ്? ഗ്രീസ്, പെയിന്റ്. കറ, ഗ്രീസ്, പെയിന്റ്. അത് കൂടാതെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഡ്രൈ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ബൊറാക്സ് ലായനി എന്തിനാ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാല് നമ്മളെ വസ്ത്രങ്ങളിലെ ചായ, കാപ്പി, അതിന്റെ ഒക്കെ കറകളില്ലേ? ചായയുടെ കറ, കാപ്പിയുടെ കറ, ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ബൊറാക്സ് യൂസ് ചെയ്യുന്നത്. ബൊറാക്സ് ലായനി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിൽ അരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ. അതായത് അരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ സുഗന്ധദ്രവ്യത്തിന്റെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. അത് കൂടാതെ വേറെയും കുറച്ച് ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതേ പഠിക്കാനുള്ളൂ. ഇത് മനസ്സിലാക്കി വെക്കുക, ഇത് ഓർത്ത് വെക്കുക. ഇത് ടേബിൾ ചോദിക്കും. ചിലപ്പോൾ ഇത് തരും, ഈ ഭാഗം ഫില്ല് ചെയ്യാൻ തരും. അങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള ടേബിൾ തന്നെ എക്സാമിന് വരാം. അത് പഠിച്ചു വെക്കണേ. അടുത്തതാണ് ടിഞ്ചർ അയഡിൻ. അതായത് 2-3% അയഡിൻ ആൽക്കഹോളിലും ജലത്തിലും ലയിപ്പിച്ച ലായനിയാണ്. ഇത് പൊട്ടാസ്യം അയഡൈഡിന്റെ കണങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. ഇതിനാണ് നമ്മൾ ടിഞ്ചർ അയഡൈൻ എന്ന് പറയുന്നത്. ടിഞ്ചർ അയഡിൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളെ ഇതില്ലേ മുറിവുകളൊക്കെ അണുനശീകരണം ചെയ്യാൻ, കഴുകി വൃത്തിയാക്കാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാല് അത് കഴുകാനോ അതിനെ അണുനശീകരണം ചെയ്യാനുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടിഞ്ചർ അയഡിൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഈ ടിഞ്ചർ അയഡിൻ എന്ന് പറഞ്ഞാല് 2-3% അയഡിൻ എന്തിലൊക്കെയാണ്? ജലത്തിന്റെയും ആൽക്കഹോളിന്റെയും മിശ്രിതം. ആൽക്കഹോളിന്റെ ലയിപ്പിച്ച ലായനിയിലാണ്
2 to 3% അയഡിൻ ആഡ് ചെയ്യുന്നത്. അതിൽ ചെറിയൊരളവിൽ എന്തുണ്ടാവും? പൊട്ടാസ്യം അയഡൈഡിന്റെ എന്തും ഉണ്ടാവും? കണങ്ങളും ഉണ്ടാവും. ഇത്രയാണ് പറയുന്നത്. നമ്മള് ജലത്തിന്റെ ഉപയോഗം നമുക്കറിയാം. അത് കൂടാതെ കുറച്ച് ലായകങ്ങള്, ചിലപ്പോൾ ലായകങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ മിശ്രിത ലായകങ്ങളാണ്. അതിന്റെ ഉപയോഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോ ഉപയോഗങ്ങളും നോക്കുക, മനസ്സിലാക്കി വെക്കുക. ഇത് ടേബിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ ലായനികൾ എന്ന പാഠത്തിൽ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് എന്താണ് ലീനം, എന്താണ് ലായകം, എന്താണ് ലായനി എന്ന് പറഞ്ഞു. ലീനം എന്ന് പറയുന്നത് എന്താണ് നമ്മളെ ലായകത്തിൽ മിക്സ് ആവുന്നത്, ലയിക്കുന്നത്, എന്താണോ ലയിക്കുന്നത് അതിനെ നമ്മൾ ലീനം എന്ന് പറയും. എന്തിലാണോ ലയിക്കുന്നത് അതെന്താ? ലായകം. അപ്പൊ ലീനം ലായകത്തിൽ ലയിച്ചാൽ ഉണ്ടാവുന്നതാണ് ലായനി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ലീനം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ അളവിലുള്ളതാണ് ലീനം, കൂടുതലുള്ളതാണ് ലായകം എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ജലീയ ലായനിയിൽ ലായകം എപ്പോഴും ജലമായിരിക്കും. അത് അളവുകളെ സ്വാധീനിക്കുന്നില്ല. ജലീയ ലായനിയിൽ എപ്പോഴും ലായകം ജലമായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ലായനികൾക്ക് എക്സാമ്പിൾ കണ്ടു. അതായത് നമ്മളിപ്പോ കണ്ടത് ഉപ്പ് ലായനി പറഞ്ഞിട്ടുണ്ട്, പിച്ചള, അതുപോലെ അന്തരീക്ഷ വായു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയുന്നത്? വ്യത്യസ്ത അവസ്ഥയിലാണ് ലായനികൾ ഉണ്ടാവുന്നത്. ഖരാവസ്ഥയിലുണ്ട്, വാതകാവസ്ഥയിലുണ്ട്, ദ്രാവകാവസ്ഥയിലുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങൾ അടക്കം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ലായനിയുടെ അവസ്ഥ എന്ന് പറയുന്നത് മിക്കവാറും ലായകത്തിന്റെ അവസ്ഥ തന്നെയായിരിക്കും. ലായകത്തിന്റെ അവസ്ഥ തന്നെയായിരിക്കും ലായനിയുടെ അവസ്ഥ എന്നുള്ളതും നമ്മൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജലം ഒരു സാർവിക ലായനിയാണ്. അതിന്റെ ഉപയോഗങ്ങൾ നമുക്കറിയാം. അത് കൂടാതെ കുറച്ച് ലായകങ്ങളും അല്ലെങ്കിൽ മിശ്രിത ലായകങ്ങളും അതിന്റെ ഉപയോഗങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗം ലായനികൾ എങ്ങനെ അളക്കുന്നുള്ളതും ലായനികളുടെ സവിശേഷത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ഭാഗങ്ങളിലായി പറയും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യുക. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ഇന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് നോക്കിയിട്ട് വരണം. അപ്പൊ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളതൊക്കെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.